എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വൈദികനും അടൂർ ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മണക്കാല മാർത്തോമാ ഗുരുകുലം ഡയറക്ടറുമായ റവറൻറ്റ് പോൾ ജേക്കബ് അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി കണ്ടംപേരൂർ കുലത്താക്കൽ കുടുംബത്തിൽ മങ്ങാട്ട് വീട്ടിൽ KM ചാക്കോ ചിന്നമ്മ ചാക്കോ ദമ്പതികളുടെ മകനായി ജനനം. റാന്നി SC ഹൈസ്കൂളിൽ നിന്നും SSLC പഠനം പൂർത്തിയാക്കി. തിരുവല്ല മാർത്തോമാ കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം. ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം. തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും BEdും കൊട്ടാരക്കര ബെസേലിയോസ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും MEdും കരസ്ഥമാക്കി. 2000-2004 കോട്ടയം മാർത്തോമാ വൈദിക സെമിനാരിയിൽ നിന്നും വൈദിക പഠനവും പൂർത്തിയാക്കി. 2005 പുരോഹിതനായി പട്ടമേറ്റു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റവറൻറ്റ് പോൾ ജേക്കബ്. ഞാനിപ്പോൾ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അടൂർ മണക്കാലയിൽ പ്രവർത്തിക്കുന്ന മാർത്തോമാ ഗുരുകുലത്തിൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം അടുത്തുള്ള 2 ദേവാലയങ്ങളുടെ വികാരിയായും ശുശ്രൂഷ നിർവഹിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ കണ്ടൻപേരൂർ എന്ന ദേശത്താണ് എൻ്റെ ജനനം. കുലത്താക്കൽ കുടുംബത്തിൽ മങ്ങാട്ട് വീട്ടിൽ പരേതനായ KM ചാക്കോയുടെയും ചിന്നമ്മ ചാക്കോയുടെയും മകനായി ജനിക്കുവാൻ ദൈവം അവസരം തന്നു. പിതാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി 15 വർഷക്കാലം. അമ്മ എന്നോടൊപ്പം ഉണ്ട്. എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. അവർ റാന്നിക്കടുത്ത് തന്നെ താമസിക്കുന്നു. ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവവിളിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബാല്യകാലത്തിൻ്റെ സുന്ദരമായ ഓർമ്മകളായിരുന്നു. ദേവാലയവുമായി അടുത്ത ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു ബാല്യകാലമായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളിയുടെ സൺഡേ സ്കൂളിൻ്റെ, യുവജന സഖ്യത്തിൻ്റെ, ഗായക സംഘത്തിൻ്റെ, പ്രാർത്ഥനാക്കൂട്ടങ്ങൾ, ഇടവ മിഷൻ്റെയൊക്കെ ആ പിന്തുണയും പ്രോത്സാഹനവുമാണ് എൻ്റെ ദൈവവിളിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. അന്ന് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത വൈദികരും മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ആത്മീയ നേതാക്കന്മാരും നമ്മുടെ ശുശ്രൂഷയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം ദൈവവിളിയെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത് സൺഡേ സ്കൂൾ അഭ്യസനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സൺഡേ സ്കൂൾ, എൻ്റെ അമ്മ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ പഠനങ്ങളിൽ വളരെ കൃത്യതയോടെ ഉള്ള ഒരു ആസൂത്രണം ജീവിതത്തിലുണ്ടായിരുന്നു. ആ വലിയൊരു ശിക്ഷണമാണ് ശുശ്രൂഷയിൽ മുന്നോട്ട് നടത്തുവാനായിട്ട് ഇടയായത്. എല്ലാ പാഠങ്ങളും കൃത്യമായി പഠിക്കണം, വചനത്തോടുള്ള ഒരാത്മബന്ധം, അതോടൊപ്പം പരീക്ഷകൾ നടത്തുമ്പോൾ അതിനൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു ചിട്ട, പള്ളിയിലെ ആരാധനയിൽ കൃത്യമായി പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധം, അതെല്ലാം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന് ഒരു വലിയ നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചത്. കുമാരവകുപ്പിൽ പഠിക്കുമ്പോൾ സഭയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കുവാൻ സഹായിച്ചു. അത് ഒരു വലിയ മോട്ടിവേഷനായിരുന്നു സൺഡേ സ്കൂൾ പഠനത്തിൽ ലഭിച്ചത്. പിന്നീട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസം തിരുവല്ല മാർത്തോമാ കോളേജിലാണ് നടത്തപ്പെട്ടത്. ആ സമയത്ത് കോളേജ് വിദ്യാഭ്യാസ സമയത്തും കോളേജിലുള്ള എല്ലാ ആത്മീയ സംഘടനകളിലും മറ്റുള്ള സംഘടനകളിലും ചേർന്ന് പ്രവർത്തിക്കാനായിട്ടും എനിക്ക് ഇടയായിട്ടുണ്ട്. ആ സമയം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു ജോലി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കോളേജ് ജീവിതത്തിൽ വന്നു. എന്നാൽ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത്, ലൈഫിൽ എന്തായിരിക്കണം എന്നാണ് ആഗ്രഹമെന്ന് ആലോചിക്കുമ്പോൾ അന്ന് ഏറ്റവും ആദ്യം ആഗ്രഹം ഒരു IAS കാരനാണ്, ഒരു കളക്ടറാകണം എന്നുള്ള ഒരു ആഗ്രഹമായി. പിന്നീട് അത് ഓരോ ക്ലാസ്സുകൾ മാറി വരുമ്പോൾ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഉദ്ദേശം എന്താണ് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ
എൻ്റെ ആ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച ഒരു മറുപടി, യെശയ്യാ പ്രവാചകനത്തിലൂടെ എനിക്ക് ലഭിച്ച ഒരു ഉത്തരം, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല എന്നും നീ അറിയും എന്നുള്ള ഒരു വാക്യം എന്നെ വളരെയധികം ശക്തിപ്പെടുത്തി. ഞാനതെൻ്റെ വേദപുസ്തകത്തിൽ ഒരു അടിവരയിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഉറപ്പിക്കും. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്നു, അതെ, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, പക്ഷേ എന്നോട് നീ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണം. നിരന്തരമായ പ്രാർത്ഥനകളുടെയും ദൈവികമായ മറുപടിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പും അവസാനിപ്പിച്ച് വചനത്തിലൂടെ ദൈവത്തിൻ്റെ വിളി കേട്ട് പൗരോഹിത്യത്തിൻ്റെ വഴി സ്വന്തമാക്കിയ റവറൻ പോൾ ജേക്കബ് കലാലയ ജീവിതത്തിൽ നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവവും 95-96 കാലഘട്ടത്തിൽ MG യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് കൗൺസിൽ അംഗവുമായിരുന്നു. കോളേജ് ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ചിന്തകളൊന്ന് മാറി. ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായി തീരണം എന്നുള്ളതായിരുന്നു ആ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹം. അതിനെന്നെ സ്വാധീനിച്ചത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചിരുന്നു. കോളേജിലുള്ള ACM-ലും EU-ലും ബ്രെയിൻസ് ട്രസ്റ്റിലും പിന്നീട് കോളേജ് യൂണിയനിലും കോളേജിലെ കലാലയ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. മാർത്തോമ കോളേജിൽ നിന്നും MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും മാർത്തോമ MG യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പറായിട്ടുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്തെ ചിന്തകൾ ഒരു സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന, സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് എൻ്റെ ചിന്തകൾ പോയത്. അങ്ങനെ ഒരു നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനാകണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞു. വീണ്ടും കർത്താവിനോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ ലൈഫിനെ പറ്റിയുള്ള ദൈവമേ എൻ്റെ ഉദ്ദേശം, നിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അവശേഷിച്ചു. യാതൊരു ഉത്തരവും നമുക്ക് ലഭിക്കുന്നില്ല. തുടർന്ന് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലേക്ക് MA പൊളിറ്റിക്കൽ സയൻസിന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴും വീണ്ടും യെശയ്യാ പ്രവാചനത്തിൽ നമുക്ക് ലഭിച്ച ആ ഒരു സന്ദേശം, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അപ്പം ഞാൻ പറയുകയാണ്, കർത്താവേ, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. വീണ്ടും കാത്തിരിപ്പിനൊരു മറുപടിയും ലഭിക്കുന്നില്ല. എന്താണ് ജീവിതത്തെ പറ്റിയുള്ള ഉദ്ദേശം, നിയോഗം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പിന്നീട് തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിൽ B.Edന് ചേരുകയാണ്. അങ്ങനെ B.Edന് ചേർന്ന് B.Ed പഠനവും പൂർത്തീകരിക്കുകയാണ്. അപ്പോഴും എന്താണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തമായ ദിശ എൻ്റെ മുമ്പിൽ തെളിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥന തുടരെ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെ, നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നെ ഏറ്റവും ശക്തീകരിച്ചത് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. അത് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൻ്റെ പഠനകാലത്ത്, കോളേജ് വിദ്യാഭ്യാസ കാലങ്ങളിലുമൊക്കെ. അപ്പോഴും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ഒരുക്കം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ദൈവഹിതം, എങ്ങനെ തിരിച്ചറിയാം? ചിലർ പറയാറുണ്ട്, നമ്മൾ ഓടിപ്പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവഹിതം തിരിച്ചറിയാം. എന്നാൽ എൻ്റെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് നിരന്തരമായ കാത്തിരിപ്പും പ്രാർത്ഥനയും ദൈവഹിതവും ദൈവവിളിക്കും വേണ്ടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം. ദൈവഹിതം തിരിച്ചറിയുന്നതിന് ദീർഘനാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സത്യം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കോളേജ് വിദ്യാഭ്യാസം, PG വിദ്യാഭ്യാസം, ആ സമയങ്ങളിലെല്ലാം തുടരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. B.Ed പഠനം കഴിഞ്ഞ് വീണ്ടും എന്താണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളിങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ, പുല്ലാടാണ് എൻ്റെ അമ്മ വീട്, അവിടെ പോയി അവിടെ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറി അടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഉപവാസം എടുത്തൊന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ അവൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, സെമിനാരിയിൽ കൊടുത്താലോ എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ എന്നെ അത് തിരിഞ്ഞ് വളരെ ചിന്തിച്ചു. കാരണം എൻ്റെ പിതാവിന് വളരെയധികം ആഗ്രഹമായിരുന്നു എന്നെ ഒരു വൈദികനായി കാണണം എന്നുള്ളത്. അതിന് അദ്ദേഹം എന്നെ വളരെയധികം നിർബന്ധിച്ചിരുന്നു. മിലിറ്ററിയിലെ അവധിക്ക് അദ്ദേഹം മാരാമൺ കൺവെൻഷൻ സമയത്ത് അവധി എടുത്തു വരികയും മാരാമൺ കൺവെൻഷനിൽ സുവിശേഷ വേലയ്ക്ക് കുട്ടികളെ സമർപ്പിക്കുന്ന ആ ഫോം വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. എന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് എന്നെ വളരെയധികം നിർബന്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും അത് ഫില്ല് ചെയ്യാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം എൻ്റെ ഒരു വാശി, ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു എന്നൊരു ബോധ്യം എനിക്ക് വ്യക്തമായി ഉണ്ടായിട്ട് മാത്രമേ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോവുകയുള്ളൂ. എൻ്റെ ആ സമയത്തെ ചിന്ത, ഒരു കൊച്ചുകുട്ടിയാകുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്ന ആ സമയത്തിന് വരെ കാത്തിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വാശിയായിരുന്നു.
അപ്പോൾ തുടരെയുള്ള വർഷങ്ങളിൽ ഈ ഫോം വാങ്ങിച്ചു ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പ്രത്യേക നീലയും റോസ് കളറിലും ഒക്കെയുള്ള ഫോമുകളാണ്. അത് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് വീട്ടിൽ വളരെയധികം നിർബന്ധിക്കും. പക്ഷേ ഞാനത് ആ ദിവസം പോകാനോ അല്ലെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യാനായിട്ടോ ഞാൻ ഒരിക്കലും തയ്യാറായില്ല. അപ്പോൾ തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ടൂറിന് എക്സ്കർഷന് വിടത്തില്ല, അടുത്ത വർഷം പുതിയ ബാഗ് വാങ്ങിക്കത്തില്ല തുടങ്ങിയുള്ള ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, ഒരച്ഛനായി കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം, മറ്റൊരു പരിപാടിക്കും പോയാൽ ശരിയാകത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ, സഭാധാരകയിൽ ആ വർഷത്തെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ, എല്ലാ വർഷവും ആ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഞാനിത് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ ഈ വർഷം അത് ഒരു കോളം വരച്ച് ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിലിനടുത്ത് കലണ്ടറിൽ കൊണ്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും അത് കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ പറയും, സുവിശേഷ വേലയ്ക്ക് പോകണം, അവൻ്റെ കയ്യിൽ നിന്നൊരു വിശുദ്ധ കുർബാന കൊണ്ടിട്ട് എനിക്ക് മരിക്കണം. അപ്പം ഞാൻ പറയും, അതൊക്കെ ലോകപ്രകാരമുള്ള ആഗ്രഹങ്ങളാണ് എന്ന് പുള്ളിയോട് പറയാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് വരുമ്പോൾ, ആ ഉപവാസം എടുത്ത് ഞാൻ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്, സെമിനാരിക്ക് കൊടുക്കണം. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ഇരുന്നതാണ്. ആ ഇരുന്ന സമയത്ത് ഒരു പാട്ട് എഴുതാനായിട്ടും ദൈവം അവസരം തന്നു. അത് പിന്നീട് തിരുവല്ല ശാന്തിപുരം കൺവെൻഷനിൽ ആ പാട്ടൊക്കെ വരികയൊക്കെ ചെയ്തു. പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചതിന് ശേഷം കർണാടകയിൽ നവജീവൻ സമിതി മിഷണറി ഫീൽഡിലും മലപ്പുറം, നിലമ്പൂർ, വയനാട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ട്രൈബൽ മിഷൻ ഫീൽഡുകളിലും പോൾ ജേക്കബ് അച്ഛൻ ശുശ്രൂഷകൾ ചെയ്തു. ആ സമയത്തൊക്കെ ബി.ഡിക്ക് അഡ്മിഷൻ ലഭിക്കാൻ വളരെ പ്രയാസമുണ്ട്. പ്രത്യേകമായ ട്രെയിനിങ്ങോ, ഞാനങ്ങനെ സഭയുടെ സ്ഥാപനങ്ങളിൽ പോയി നിന്ന് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പഠനമോ ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ നാട്ടിൽ തന്നെ പഠിക്കുകയാണ്, മറ്റുള്ള യാതൊരു പ്രായോഗിക പരിശീലനങ്ങളും നേടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു, നമുക്ക് ഈ പ്രാവശ്യം കൊടുക്കാം. ബി.ഡിക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, സെമിനാരിയിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അത് ദൈവഹിതമാണെന്ന് കരുതാം, അല്ലെങ്കിൽ അത് ദൈവഹിതമല്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലാണ് ഞങ്ങൾ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഞാൻ എൻ്റെ ഏറ്റവും സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി അവനോട് പറഞ്ഞു, ഞാനിങ്ങനെ മഞ്ജിത്ത് എന്നാണ് പേര്, അദ്ദേഹം ഇപ്പോൾ UK ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്താ നീ സെമിനാരിയിൽ പോകാനാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു തീരുമാനം അദ്ദേഹത്തോട് പറഞ്ഞ്, അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് അച്ഛനാകുമ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വരും, അതുകൊണ്ട് നിനക്കിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിൻ്റെ സൗഹൃദങ്ങളെല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എല്ലാവരും പഴയ പോലെ ഒന്നും സ്നേഹിക്കത്തില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ ഞാൻ സെമിനാരിൽ പോകുന്നില്ല, എനിക്ക് അച്ഛനാകണ്ട. പക്ഷെ അദ്ദേഹം എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അതിനുശേഷം പറഞ്ഞു, നമ്മൾ രണ്ടും കൂടെ തിരുവല്ലായിൽ പോകുന്നു, ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു. അങ്ങനെ തിരുവല്ലായിൽ ചെല്ലുമ്പോൾ ആ വർഷത്തെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ആ ഓഫീസിൽ അദ്ദേഹം പരതിയപ്പോൾ ഫില്ല് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ അവിടെ ലഭിച്ചില്ല അദ്ദേഹത്തിന് എനിക്ക് തരാൻ. അപ്പോൾ ആരോ ഫില്ല് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ പകുതി മറച്ച്, ഒരു പേപ്പർ വെച്ച് മറച്ച് ഫോട്ടോ കോപ്പി എടുത്താണ് അദ്ദേഹം എനിക്ക് തന്നത്. അപ്പോൾ സൺഡേ സ്കൂൾ സമാജത്തിലിരിക്കുന്ന അനിലം ജോണിനോട് ഞാൻ പറഞ്ഞു, ഞാനിത് സെമിനാരി കൊടുക്കുകയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആ ഫോം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു. പിന്നീട് അതിന് അനുബന്ധമായി സമർപ്പിക്കേണ്ട പല രേഖകളുണ്ട്. അതെല്ലാം 2 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം സംഘടിപ്പിച്ച് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ദിവസമാണ് ഞാൻ കൊണ്ടത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ കൊടുക്കുമ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു ആകുലതകളുണ്ട്, ഇതാണോ ദൈവഹിതം, എന്നാലും കൊടുക്കാം, കിട്ടിയാൽ ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പകാലം മുതൽ എന്നെ സ്വാധീനിച്ച ആ വാക്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോകയില്ല എന്നും നീ അറിയും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ കാത്തിരിപ്പ് വീണ്ടും തുടർന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം സെമിനാരിയിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു പരിശീലനമോ പഠനമോ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. MA B.Ed വരെ വിദ്യാഭ്യാസം ലഭിച്ചിട്ട് പരീക്ഷ തോറ്റാൽ ഇനിയും സ്വന്തം പള്ളിയിൽ പോലും പോകാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളൊരു വലിയ വിഷമം മനസ്സിലുണ്ട്. കർത്താവിൻ്റെ ലോർഡ്സ് പ്രയറിനൊക്കെ മാത്രം ഒന്ന് ഇംഗ്ലീഷിൽ പഠിച്ചു, ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി വലിയ പരിശീലനങ്ങളൊന്നും ഇല്ലാതെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശാന്തിപുരം എന്ന സ്ഥലത്തൊരു കൺവെൻഷന് പങ്കെടുക്കാൻ വേണ്ടി
ഞാനും എൻ്റെ ഈ സുഹൃത്തും മഞ്ജിത്തും എൻ്റെ പപ്പായും കൂടെ പോവുകയാണ്. അവരുടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പുറകിലത്തെ സീറ്റിലിരുന്ന് ഞാനിങ്ങനെ എൻ്റെ കയ്യിലെ വേദപുസ്തകം പിടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആ യാത്ര ഉടനീളം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നാളെയാണ് എൻ്റെ പരീക്ഷ, അതുകൊണ്ട് ദൈവം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ദൈവഹിതമാണോ എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഇനി എന്നോട് നീ സംസാരിക്കണം, എനിക്കിനി ആരോടും ഒരു അഭിപ്രായം ചോദിക്കാനില്ല, ഇല്ലെങ്കിൽ നാളത്തെ പരീക്ഷ ഞാൻ ഉഴപ്പും, വെറുതെ അവിടെ പോയി പേരെഴുതി വെച്ചിട്ടിങ്ങി പോകുമെന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ആർഗ്യൂ ചെയ്ത് അതേസമയം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കരച്ചിലിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വേദപുസ്തകം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാക്യങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ചിലർ പറയാറുണ്ട് നമ്മളങ്ങനെ വേദപുസ്തകം ഓരോ കോണ്ടെക്സ്റ്റ് എഴുതിയതാണ്, അങ്ങനെ തുറന്നു നോക്കി വായിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുകയാണ്, എനിക്കിനി ആരോടും ഇത്ര വർഷമായി ഞാൻ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെപ്പറ്റിയുള്ള നിൻ്റെ ഹിതം എന്താണ്, എനിക്കിനി ആരോടും ചോദിക്കാനില്ല, അതുകൊണ്ട് നീ എന്നോട് വ്യക്തമായി സംസാരിക്കണം എന്നുള്ള മറുപടി പ്രാർത്ഥനയോടുകൂടി കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകം തുറന്നു നോക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിലൂടെയാണ് കർത്താവ് സംസാരിച്ചത്. ഞാനിങ്ങനെ തുറന്ന് വേദപുസ്തകം നോക്കുമ്പോൾ കാണുന്ന വാക്യം ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ മക്കളെ ഉപേക്ഷ കാണിക്കരുത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരനായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനുറങ്ങുന്നതു നിന്നിൽ, ഉണരുന്നതു നിന്നോടു കൂടെ. ഞാനുറങ്ങുന്നതു നിന്നിൽ, ഉണരുന്നതു നിന്നോട്. ക്രൈസ്തവ ഗാന രചയിതാവ് എന്ന നിലയിലും റവറൻ പോൾ ജേക്കബ് അച്ചൻ തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. കൃപ എനിക്കു മതി ഓരോ ദിനവും. ഉഷമലരി, സഖി എന്നീ ക്രൈസ്തവ ഗാന സമാഹാരങ്ങളും പോൾ ജേക്കബ് അച്ചൻ്റെതായി പുറത്തു വന്നു. ഞാനുറങ്ങുന്നതു നിന്നിൽ, ഉണരുന്നതു നിന്നോട്. അപ്പോൾ എനിക്കൊരു വല്ലാത്ത പേടിയുണ്ടായി. ഞാനിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ഞാൻ പരീക്ഷ ഉഴപ്പും, നീ എന്നോട് സംസാരിക്കണം എന്ന് കൃത്യമായി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കൃത്യമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത് എന്നുള്ള വ്യക്തമായ ഒരു മെസ്സേജ് ദൈവവചനത്തിലൂടെ എനിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ദൈവവിളിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവവചനം എന്നെ വിളിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ദൈവവചനത്തിലൂടെയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. എബ്രാഹിം ലേഖനത്തിലൂടെ കർത്താവ് അപ്പോൾ എന്നോട് നീ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയില്ല. ഈ വാക്കാണ് വീണ്ടും എന്നെ കാണിച്ചത്. ഞാൻ തുറന്നു നോക്കുമ്പോൾ കാണുന്ന വാക്യം ഇതാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത എന്തെന്നില്ലാത്ത സമാധാനം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വേദപുസ്തകം അടച്ചു വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല. കൃത്യമായിട്ട് കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ള ഒരു ബോധ്യം, എന്നോട് ദൈവം സംസാരിച്ചു എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ആ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ പരീക്ഷ എഴുതുകയും അതിൽ വിജയം കരസ്ഥമാക്കുകയും അങ്ങനെ മാർത്തോമ വൈദിക സെമിനാരിയിൽ പഠനത്തിനായിട്ട് 2000 ചേരുവാനായിട്ടും ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് തന്നെ ദൈവവിളിയെപ്പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഒന്ന്, എനിക്ക് എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ ഇടവകയിൽ നിന്നും ഭവനത്തിൽ നിന്നും ആ ദേശത്തിൽ നിന്ന് ലഭിക്കുക ഒരു ആത്മീയ അന്തരീക്ഷം. അത് തീർച്ചയായിട്ടും വളരെ ശക്തമായൊരു ആത്മീയ അന്തരീക്ഷമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും അടുത്ത ആളുകളെ വിളിച്ച്, വലിയ ടോർച്ച് വട്ടങ്ങളൊന്നുമില്ല, ചൂട്ട് കത്തിച്ച് പിടിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. വൈകിട്ട് പള്ളിയിലേക്കുള്ള പ്രാർത്ഥനകൾക്ക് പോകുന്ന അടുത്ത വീട്ടിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടി അങ്ങനെ എല്ലാവരും കൂടി ഒരു വലിയ ജാഥയായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന്, ലേഡീസ് എല്ലാം കൂടി ഒരു വശത്ത്, പ്രായമുള്ളവരെല്ലാം കൂടി ഒന്നിച്ച് അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മകളുണ്ട്. അന്നത്തെ കൺവെൻഷനുകളും അന്നത്തെ ഇടവകയിൽ നിന്ന് ലഭിച്ച, സൺഡേ സ്കൂളിൽ നിന്ന് ലഭിച്ച ആ ഒരു നല്ല പിന്താങ്ങൽ, പ്രോത്സാഹനവും കുടുംബത്തിൻ്റെ ആത്മീയ അന്തരീക്ഷവും എന്നെ ശക്തീകരിച്ചിട്ടുണ്ട്. 2, ദൈവവചനമാണ് എൻ്റെ ദൈവവിളിക്ക് എന്നെ ശക്തീകരിച്ചത്. ദൈവവചനത്തിലൂടെ കർത്താവ് വ്യക്തമായി സംസാരിച്ചു. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു. അതുകൊണ്ട് ദൈവവിളിക്ക് വേണ്ടി നമുക്കൊരു നല്ല കാത്തിരിപ്പ് ഉണ്ടാകുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ വർഷങ്ങളോ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവവചനത്തിലൂടെ തന്നെ ദൈവം എന്നെ ശക്തീകരിക്കുകയും ദൈവവചനത്തിലൂടെ തന്നെ എന്നോട് ദൈവം മറുപടി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പട്ടത്ത ശുശ്രൂഷയിൽ 2005 ആണ്ട് പ്രവേശിച്ചു. ഇപ്പോൾ 20 വർഷം പൂർത്തീകരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ അനവരതമായ കൃപകൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന ആ വചനത്തിൽ പലപ്പോഴും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്.
ശുശ്രൂഷയിൽ ആദ്യം ആരംഭിച്ചത് കർണാടക നവജീവന സമിതിയുടെ മിഷണറി ആയിട്ടാണ് ശുശ്രൂഷ നിർവഹിച്ചത്. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത പാലാങ്കര എന്ന പ്രദേശത്ത് പാലാങ്കര ഹോരേബ് മാർത്തോമ ഇടവകയുടെ വികാരിയായിട്ട് 5 വർഷം ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ഭാഗ്യം ലഭിച്ചു. തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ട്രൈബൽ മിഷൻ്റെ ചുമതലയും സുൽത്താൻ ബത്തേരി ജെറുസലേം ഇടവകയുടെയും വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിച്ചു. അതിനുശേഷം മുംബൈയിൽ വസായിക്കടുത്തുള്ള നലസൊപ്പാറ ജെറുസലേം ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് 3-4 വർഷങ്ങൾ ശുശ്രൂഷ നിർവഹിച്ചു. പിന്നീട് ഒമാനിൽ സോഹാർ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായിട്ട് പ്രവർത്തിപ്പാനായിട്ടും ദൈവം അവസരം തന്നു. അതിനുശേഷമാണ് അടൂരിലുള്ള മണക്കാലയിലുള്ള ഈ ഗുരുകുലത്തിൻ്റെ ഡയറക്ടറായിട്ടും ഇവിടെയുള്ള ഇളമ്പള്ളിൽ ജെറുസലേം, അന്തിച്ചിറ സെൻറ് ജോൺസ്, കോട്ടറ സെൻറ് പോൾസ് തുടങ്ങിയ ഇടവകളുടെ വികാരിയായിട്ടും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകുന്നു. ദേറ ആശ്രമ അംഗമല്ലാതെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത പോൾ ജേക്കബ് അച്ഛൻ ഇപ്പോൾ മാർത്തോമ സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അടൂർ മണക്കാല മാർത്തോമ ഗുരുകുലം ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അക്കാലം കപ്പൂച്ചിൻ വൈദിക വിദ്യാർത്ഥിയും ഇന്നത്തെ ധ്യാന ഗുരുവുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛനുമായുള്ള നിതാന്ത സൗഹൃദം സന്യസ്ത പുരോഹിതനാകുവാനുള്ള പ്രേരണയ്ക്ക് പോൾ ജേക്കബ് അച്ഛന് മുഖാന്തിരമായി. ഇപ്പോൾ ഞാൻ അടൂരിലുള്ള മണക്കാലയിൽ മാർത്തോമ ഗുരുകുലത്തിൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. ദൈവവിളിക്ക് വേണ്ടി അനേകം കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 15 വർഷക്കാലമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ശതാബ്ദി പ്രോജക്റ്റായിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ നിന്ന് പഠിച്ചവർ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുകയാണ്. ഡിഗ്രി തലം വരെ അവർക്കിവിടെ പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. ആ സമയങ്ങളിൽ അവരുടെ ദൈവവിളിയെ കണ്ടെത്താനും അതിനെ തിരിച്ചറിയുന്നതിനും വൈദിക വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകുവാനുമുള്ള അവസരങ്ങളുണ്ട്. ഈ 20 വർഷത്തെ എൻ്റെ മിനിസ്ട്രിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം പേരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർക്ക് പ്രോത്സാഹനം നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ദൈവസന്നിധിയിലെ എൻ്റെ ഒരു സന്തോഷം. പലപ്പോഴും യുവജനങ്ങൾ എന്താണ് തങ്ങളുടെ ഭാവി അല്ലെങ്കിൽ തങ്ങളുടെ ദൈവഹിതം എന്താണ്, ദൈവത്തിൻ്റെ തങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാതെ പലപ്പോഴും പകച്ചു നിൽക്കുന്ന കൂട്ടുകാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പലരും ഇവിടെ വന്ന് ഈ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഒരു സൗഹൃദത്തിലൂടെ അനേകം യുവജനങ്ങളെ സ്വാധീനിക്കാനായി സാധിച്ചു എന്നത് ദൈവസന്നിധിയിൽ എൻ്റെ ഒരു വലിയ സന്തോഷമാണ് എന്നുള്ളത്. ഉണ്ട്. എനിക്ക് എൻ്റെ ദൈവവിളിയുമായി ചേർന്ന് പറയുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വിളിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം. ഞാൻ എൻ്റെ അനുഭവമായി ചേർത്ത് പറയാൻ ശ്രമിച്ചത്, ദൈവവിളിയെ അല്ലെങ്കിൽ ദൈവഹിതത്തെ തിരിച്ചറിയുന്നതിന് നമുക്കൊരു ദീർഘമായ കാത്തിരിപ്പ് ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ ശാന്തമായി കാത്തിരിക്കുവാനായി, ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടെ ഉള്ളൊരു കാത്തിരിപ്പ് നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷേ ആ സംസാരം നമ്മുടെ സമയമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ സമയമാകും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് ആ ദൈവസമയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമുക്കൊരു കാത്തിരിപ്പ് ഉണ്ടായിരിക്കണം. ആ കാത്തിരിപ്പോടുകൂടെ തന്നെ നമുക്കൊരു നിരന്തരമായ പ്രാർത്ഥനയും ധ്യാനവും ഉണ്ടായിരിക്കണം. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തെ, ദൈവവിളിയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക, നിരന്തരമായി കാത്തിരിക്കുക. 3 ഞാൻ പറയുന്നത്, ദൈവവചനത്തിലൂടെ നമ്മളതിനെ ഉറപ്പിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവിളിയെ ഉറപ്പിച്ചതും എൻ്റെ ദൈവവിളിയെ കണ്ടെത്തിയതും ദൈവവചനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മോട് സംസാരിക്കും. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ദൈവവചനത്തിലൂടെ നമുക്ക് നമ്മുടെ ദൈവഹിതത്തെയും ദൈവവിളിയെയും കണ്ടെത്താനായിട്ട് ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് യുവജനങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് ദൈവവിളിക്ക് വേണ്ടി ഒരുങ്ങുക, ദൈവവിളിക്ക് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവചനത്തിലൂടെ അതിനുവേണ്ടി നമ്മൾ തുറന്ന മനസ്സോടുകൂടെ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കും. ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരു വൈദികനാകുക മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിളി സമൂഹത്തിൽ നല്ല ഒരു സാമൂഹ്യ സേവകനാകാൻ ദൈവം ഒരുപക്ഷെ നമ്മെ വിളിക്കും. നല്ലൊരു രാഷ്ട്രീയക്കാരനായി ദൈവം നമ്മെ വിളിക്കും.
നമ്മുടെ ജോലിയിലൂടെ സമൂഹത്തെ സേവിക്കുവാൻ. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ യൗവനകാലത്തിൽ എൻ്റെ ആഗ്രഹം ഒരു സാമൂഹ്യ സേവകനായി, സാമൂഹ്യ പ്രവർത്തകനായി തീർന്നു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഒരു വൈദികനാണ് ഒരു സമൂഹത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളെയും തിരിച്ചറിയാനായി, സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ ഒരു വൈദികനാണ് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യൗവനകാലത്ത് ആഗ്രഹിച്ചത് തന്നെ ദൈവം എന്നെ എത്തിച്ചു. സമൂഹത്തിലെ വേദനിക്കുന്നവരുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുന്നവരുടെ ഇടയിൽ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്നവരുടെ ഇടയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു എൻ്റെ ഈ വൈദിക ശുശ്രൂഷയിലൂടെ. വളരെ ധൈര്യമായിട്ട് അനേകം സാമൂഹിക ഇടപെടലുകളിൽ ബന്ധപ്പെടുന്നതിനും അനേകം പേരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞ് ദൈവം എന്നെ ഒരു ശരിയായ പാതയിൽ കൊണ്ടുവന്നു എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമൂഹത്തെ സേവിക്കണമെന്ന് ആഗ്രഹിച്ച എന്നെ ദൈവം ആ നിലയിലെത്തിച്ചു. കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ഈ ചെറിയ സഹോദരരിൽ ഒരുത്തർ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തു. അതുകൊണ്ട് സമൂഹത്തിൻ്റെ വേദനപ്പെടുന്നവരെ സഹായിക്കുന്നതിലൂടെ കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നത്. അത് ഒരു വൈദികനായാലും, ഒരു ഡോക്ടറായാലും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും, ഒരു സാമൂഹ്യ പ്രവർത്തകനായാലും, ഏത് രംഗത്ത് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളായാലും, നമുക്ക് സമൂഹത്തിൻ്റെ വേദനിപ്പിക്കുന്നവരുടെ വേദനകളെ ഇല്ലാതാക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ ദൈവവിളിയെ തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അർത്ഥവത്തായ സാക്ഷ്യം നിർവഹിക്കുകയും ചെയ്യാനാണ്. അതുകൊണ്ട് ദൈവം അങ്ങനെ അനേകം യുവജനങ്ങളെ ദൈവവിളി തിരിച്ചറിയാനായി ഈ നാളുകളിൽ സഹായിക്കട്ടെ. സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി, സുവിശേഷ വേലകൾക്കായി, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്നതിനായി അനേകം യുവജനങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ അടൂർ മണക്കാലയിലുള്ള മാർത്തോമ ഗുരുകുലം ഡയറക്ടർ എന്ന നിലയിലും അന്തിച്ചിറ, കോട്ടറ സെയിന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി എന്ന നിലകളിലും അച്ഛൻ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആകൃഷ്ടനായി പൗരോഹിത്യത്തിൻ്റെ പാതകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിരവധി പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുമായി തൻ്റെ ജീവിതം തുടരുന്ന അടൂർ മണക്കാല മാർത്തോമ ഗുരുകുലം ഡയറക്ടർ റവറൻഡ് പോൾ ജേക്കബ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. Glorious years in his service. Word to Word Ministries. Now you are watching Word to Word Television, the Masters channel.